സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കേരള സെറ്റ് കെമിസ്ട്രി എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സ്ഥിരമായിട്ട് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം കണ്ടെത്തി ആ ഭാഗം പഠിക്കുക തന്നെ വേണം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 1 മാർക്കിന് സ്ഥിരമായി ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരുന്ന പോളി ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ക്ലാസ്സാണ്. VSEPR തിയറി ഉപയോഗിച്ച് സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം ഏതെന്ന് തിരിച്ചറിയണം. ഫൈൻഡ് ഇറ്റ്സ് വാലൻസ് ഓർ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. അതിന് ചുറ്റും എത്ര ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടെത്തണം. തേർഡ് വൺ, കൗണ്ട് ദ ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ബോണ്ട് പെയർ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമ്മൾ എണ്ണി നോക്കണം. അപ്പോൾ ഈ ബോണ്ട് പെയർ ഇലക്ട്രോൺസിൻ്റെയും ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെയും എണ്ണം ഓരോ പോളി ആറ്റോമിക് മോളിക്യൂൾസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എത്ര ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, എത്ര ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് മാത്രമാണോ ഉള്ളത്, ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലേ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് VSEPR തിയറി പ്രകാരം നമ്മൾ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസും ലോൺ പെയർ ഇലക്ട്രോൺസും എത്ര വന്നാലാണ് ഏത് സ്ട്രക്ചറാണ് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. 2 bond pair plus 3 lone pair, structure also linear. 2 bond pair plus 1 lone pair, bend structure or V shape. 2 bond pair plus 2 lone pair, again bend. The 3 bond pair plus 0 lone pair, triangular planar. 3 bond pair plus 1 lone pair, pyramidal structure. 3 bond pair plus 2 lone pair, T-shape structure. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് 4 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ, ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ, സീസോ ഓർ ട്രയഗണൽ ബൈ പിരമിഡൽ. 4 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ, സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. 5 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ, ട്രയഗണൽ ബൈ പിരമിഡൽ. 5 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ, സ്ക്വയർ പിരമിഡൽ. 5 bond pair plus 2 lone pair, pentagonal planar structure. Next 6 bond pair plus 0 lone pair, octahedral. 6 bond pair plus 1 lone pair, distorted octahedral. 7 bond pair plus 0 lone pair, pentagonal bipyramidal structure. First example, ബെർലിയം ക്ലോറൈഡ്. ബെർലിയത്തിന് 2 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണുള്ളത്. 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഒരു ക്ലോറിൻ ആറ്റം ബെർലിയത്തിലെ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാവും. ഫസ്റ്റ് ബോണ്ട് പെയർ അതാണ്. അടുത്തത് ബെർലിയത്തിലെ സെക്കൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും ക്ലോറിനിലെ 1 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും കൂടിയിട്ട് 1 ബോണ്ട് ഉണ്ടാവും. അങ്ങനെ 2 ബോണ്ട് പെയേഴ്സാണ് ബെർലിയം ക്ലോറൈഡിലുള്ളത്. ലോൺ പെയർ ഇല്ല. അതുകൊണ്ട് 2 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ എന്ന സ്ട്രക്ചറാണ് ബെർലിയം ക്ലോറൈഡിനുള്ളത്. ലീനിയർ സ്ട്രക്ചറാണെന്ന് പറയാം. സെക്കൻഡ് എക്സാമ്പിൾ, BCl3. ബോറോണിന് 3 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. 3 ക്ലോറിൻ ആറ്റമായിട്ട് 3 ബോണ്ട് പെയേഴ്സ് ഫോം ചെയ്യും. ഇവിടെയും ലോൺ പെയർ ഇല്ല. 3 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ആണുള്ളത്. അതുകൊണ്ട് സ്ട്രക്ചർ വരുന്നത് ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ. നെക്സ്റ്റ് എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിൾ, കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ outermost 4 electrons, 4 chlorine atoms, 4 bond pairs,
0 lone pair. Therefore, the structure tetrahedral structure. Fourth example, PCl5. Phosphorus is the central metal atom. 5 outermost electrons are there. 5 chlorine atoms forms 5 bond pairs. Here also no lone pair. So the trigonal bipyramidal structure. Fifth question, H2O. Oxygen is the central metal atom. There are 6 outermost electrons in oxygen atom. 2 hydrogen atoms forms 2 bond pairs. Remaining 2 lone pairs are there in oxygen atom. So 2 bond pair plus 2 lone pair gives bend structure. Next, sixth question, SF4. സൾഫറിന് ചുറ്റും ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഫ്ലൂറിൻ ആറ്റം 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി സൾഫറിൽ ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഗിവ്സ് സീസോ ഓർ ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകിൽ സീസോ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ എന്നായിരിക്കും വരിക. അപ്പോൾ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ സീസോ ആവാം, അല്ലെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആവാം. സെവൻത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളുകളിൽ നിന്നെല്ലാം വ്യത്യാസമുള്ളതാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു പോളിയാറ്റോമിക് മോളിക്യൂളാണ് FCl2-. അപ്പോൾ ഫ്ലൂറിന് നമുക്കറിയാം 7 ഇലക്ട്രോൺസ് ആണ് ഫ്ലൂറിന് ചുറ്റുമുള്ളത്. ഒരു നെഗറ്റീവ് ചാർജ് കൂടി ആകുമ്പോൾ 8 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് വരും. 2 ക്ലോറിൻ ആറ്റം ഫ്ലൂറിനുമായിട്ട് 2 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കിയുള്ള 3 ലോൺ പെയേഴ്സ് ആണ്, ബാക്കി 6 ഇലക്ട്രോൺസ് ഫ്ലൂറിന് ചുറ്റും ഉണ്ടാവും. അതായത് 3 ലോൺ പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം 2 bond pair plus 3 lone pair gives linear structure to FCl2-. 8th question, XeF6. ഇപ്പോൾ xenon ആണ്, 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അതിൻ്റെ സറൗണ്ടിങ് ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഫ്ലൂറിൻ ആറ്റം ഈ 8 ഇലക്ട്രോണുമായിട്ട് 6 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി റിമൈനിങ് 1 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ 6 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഗിവ്സ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. ഡിസ്റ്റോർഷൻ വരാനുള്ള കാരണം പ്രസൻസ് ഓഫ് ലോൺ പെയർ. 9th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. BrF4+, പോസിറ്റീവ് ചാർജുള്ളൊരു കോമ്പൗണ്ടാണ്. ബ്രോമിൻ 7 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ആണുള്ളത്. പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഒരു പ്ലസ് ചാർജ് ഉള്ളത് കാരണം ബ്രോമിന് ചുറ്റും 7 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 4 ഫ്ലൂറിൻ ആറ്റം 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി 1 ലോൺ പെയർ ആയിരിക്കും റിമൈനിങ് ആയിട്ട് ഉണ്ടാവുക. 4 bond pair plus 1 lone pair gives seesaw or trigonal bipyramidal structure. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഏത് ഓപ്ഷനാണോ തന്നിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. 10th ക്വസ്റ്റ്യൻ, കാർബൺ ഡയോക്സൈഡ്. കാർബണിന് ചുറ്റും 4 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഓക്സിജൻ നമുക്കറിയാം ഡബിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് ഒരു ഓക്സിജന് ചുറ്റും. ഇപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ബോണ്ട് പെയർ ആണ് ഫോം ചെയ്യുക. ഡബിൾ ബോണ്ടാണ് ഓക്സിജൻ സാറ്റിസ്ഫൈഡ് ആവണത്. അപ്പോൾ 2
കാർബണിന് ചുറ്റുമുള്ള 2 ഇലക്ട്രോൺസ് വഴി ഓക്സിജനിലെ 2 ഇലക്ട്രോണും കൂടി ഒരു ബോണ്ട് പെയർ, അങ്ങനെ 2 ഓക്സിജൻ ആയാൽ 2 ബോണ്ട് പെയർ ആണ് ഉണ്ടാവുക. ലോൺ പെയർ ഒന്നും തന്നെ ഇല്ല. 2 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ഗീവ്സ് ലീനിയർ സ്ട്രക്ചർ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ SF4. സൾഫറിന് ചുറ്റും ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഫ്ലൂറിൻ ആറ്റം 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി സൾഫറിൽ ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഗീവ്സ് സീസോ ഓർ ട്രയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകിൽ സീസോ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡൽ എന്നായിരിക്കും വരിക. അപ്പോൾ 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ സീസോ ആവാം, അല്ലെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആവാം. 7th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളുകളിൽ നിന്നെല്ലാം വ്യത്യാസമുള്ളതാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു പോളിയാറ്റോമിക് മോളിക്യൂളാണ് FCl2-. അപ്പോൾ ഫ്ലൂറിന് നമുക്കറിയാം 7 ഇലക്ട്രോൺസ് ആണ് ഫ്ലൂറിന് ചുറ്റുമുള്ളത്. ഒരു നെഗറ്റീവ് ചാർജ് കൂടി ആകുമ്പോൾ 8 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് വരും. 2 ക്ലോറിൻ ആറ്റം ഫ്ലൂറിനുമായിട്ട് 2 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കിയുള്ള 3 ലോൺ പെയേഴ്സ് ആണ്, ബാക്കി 6 ഇലക്ട്രോൺസ് ഫ്ലൂറിന് ചുറ്റും ഉണ്ടാവും. അതായത് 3 ലോൺ പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം 2 ബോണ്ട് പെയർ പ്ലസ് 3 ലോൺ പെയർ ഗീവ്സ് ലീനിയർ സ്ട്രക്ചർ ടു FCl2-. 8th ക്വസ്റ്റ്യൻ XeF6. ഇപ്പോൾ xenon ആണ് 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അതിൻ്റെ സറൗണ്ടിങ് ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഫ്ലൂറിൻ ആറ്റം ഈ 8 ഇലക്ട്രോണുമായിട്ട് 6 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി റിമൈനിങ് 1 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ 6 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഗീവ്സ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. ഡിസ്റ്റോർഷൻ വരാനുള്ള കാരണം പ്രസൻസ് ഓഫ് ലോൺ പെയർ. 9th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. BrF4+, പോസിറ്റീവ് ചാർജുള്ള ഒരു കോമ്പൗണ്ടാണ്. ബ്രോമിൻ 7 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണുള്ളത്. പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഒരു പ്ലസ് ചാർജ് ഉള്ളത് കാരണം ബ്രോമിന് ചുറ്റും 7 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 4 ഫ്ലൂറിൻ ആറ്റം 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. ബാക്കി 1 ലോൺ പെയർ ആയിരിക്കും റിമൈനിങ് ആയിട്ട് ഉണ്ടാവുക. 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ഗീവ്സ് സീസോ ഓർ ട്രയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഏത് ഓപ്ഷനാണോ തന്നിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. 10th ക്വസ്റ്റ്യൻ കാർബൺ ഡയോക്സൈഡ്. കാർബണിന് ചുറ്റും 4 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഓക്സിജൻ നമുക്കറിയാം ഡബിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് ഒരു ഓക്സിജന് ചുറ്റും. ഇപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ബോണ്ട് പെയർ ആണ് ഫോം ചെയ്യുക. ഡബിൾ ബോണ്ടാണ് ഓക്സിജൻ സാറ്റിസ്ഫൈഡ് ആവണത്. അപ്പോൾ 2 കാർബണിന് ചുറ്റുമുള്ള 2 ഇലക്ട്രോൺസ് വഴി ഓക്സിജനിലെ 2 ഇലക്ട്രോണും കൂടി ഒരു ബോണ്ട് പെയർ, അങ്ങനെ 2 ഓക്സിജൻ ആയാൽ 2 ബോണ്ട് പെയർ ആണ് ഉണ്ടാവുക. ലോൺ പെയർ ഒന്നും തന്നെ ഇല്ല. 2 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ഗീവ്സ് ലീനിയർ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ NH4+. നൈട്രജനിൽ 5 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിലൊരു പ്ലസ് ചാർജ് വന്നത് കാരണം ഒരു ഇലക്ട്രോണ് കുറവായിരിക്കും. അപ്പോൾ 4 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ് നൈട്രജന് ചുറ്റും സറൗണ്ടിങ് ആയിട്ടുള്ളത്. 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെ 4 ബോണ്ട് പെയർ ഫോം ചെയ്യും. ഇവിടെയും ലോൺ പെയേഴ്സ് 0 ആണ്. അതുകൊണ്ട് 4 ബോണ്ട് പെയേഴ്സ് മാത്രം ഉള്ളത് കൊണ്ട് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ AsCl5. ആഴ്സനിക്ക് 5 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. 5 ക്ലോറിൻ ആറ്റം ഉണ്ട്.
അപ്പോൾ AsCl5 എന്നുള്ള കോമ്പൗണ്ടിൽ 5 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണുള്ളത്. സ്ട്രക്ചർ ഈസ് ട്രയഗണൽ ബൈപിരമിഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ SF6. സൾഫർ ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. 6 ഇലക്ട്രോൺസ് ആണ് സൾഫറിലുള്ളത്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 6 ആണ്. 6 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറാണ്. ഇവിടെ ഡിസ്റ്റോഷൻ ഒന്നുമില്ല, കാരണം ലോൺ പെയർ ഇല്ലാത്തതിനാൽ സ്ട്രക്ചർ ഒക്ടാഹെഡ്രൽ ആണ്. ഡിസ്റ്റോഷൻ ഇല്ല. റെഗുലർ ജോമെട്രി ആണുള്ളത്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ PCl4-. അപ്പോൾ നമ്മൾ ഇതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഒരു എക്സാമ്പിൾ മുന്നേ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. ഫോസ്ഫറസ് ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. 5 ഇലക്ട്രോൺസ് ആണ് ഫോസ്ഫറസിലുള്ളത്. 1 നെഗറ്റീവ് ചാർജ് കൂടി ആവുമ്പോൾ 6 ഇലക്ട്രോൺസ് സറൗണ്ടിങ് ആവും. അങ്ങനെ 4 ക്ലോറിൻ ആറ്റം ആയിട്ട് 4 ബോണ്ട് പെയർസ് ഫോം ചെയ്യും. റിമൈനിങ് 1 ഇലക്ട്രോൺ പെയർ ഈസ് ലോൺ പെയർ. 4 bond pair plus 1 lone pair gives seesaw or trigonal bipyramidal structure. 15th question, last question, CO3-2-. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ നമുക്കറിയാം 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരിക. കൂടെ 2 ഇലക്ട്രോൺസ് കൂടി അധികമായിട്ട് വരും, കാരണം കോമ്പൗണ്ടിനകത്ത് 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് കാർബൺ സെൻട്രൽ മെറ്റൽ ആറ്റായിട്ടുള്ള കാർബണിന് ചുറ്റുമുണ്ട്. ഈ 6 ഇലക്ട്രോൺസ് 3 ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺസ് വേണം ഒരു ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പം 3 ഓക്സിജന് 6 ഇലക്ട്രോൺസ് അത് ഉപയോഗിക്കും. അങ്ങനെ 3 ബോണ്ട് പെയർ ഫോം ചെയ്യും. ലോൺ പെയർ ഈ കേസിൽ 0 ആണ്. 3 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ ഗീവ്സ് ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ. കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. സ്ഥിരമായിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ആ ഒരു മാർക്ക് എല്ലാവരും ഉറപ്പിക്കുക. ആദ്യമായാണ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം. താങ്ക് യു.